യേശുക്രിസ്തു കുരിശിനോട് ചേർന്നപ്പോഴാണ് കുരിശ് രക്ഷപ്പെട്ടത്. കാരണം കുരിശിന്റെ ഒരു ചരിത്രം ഒന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ കുരിശ് രക്ഷപ്പെട്ട ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതായത് കൊടും കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ശിക്ഷയായിരുന്നു കുരിശുമരണം എന്നത്. ഇതാദ്യമായിട്ട് കുരിശുമരണത്തില് അതിന്റെ ഒരു രീതി ഈ ഭൂമിയിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത് പേർഷ്യക്കാരാണ്. യേശുക്രിസ്തുവിന് 600 വർഷങ്ങൾക്ക് മുമ്പ് സൈറസ് ചക്രവർത്തിയുടെ മുത്തച്ഛന്റെ കാലത്താണ് ഈ ശിക്ഷാരീതി ഉടലെടുത്തത്, കുരിശി തറച്ചു കൊല്ലുന്ന രീതി. അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ ഇത്രയും ക്രൂരമായ ഒരു ശിക്ഷാവിധി ഉടലെടുക്കാൻ ഇടയായത്? അത് ബീജാപാപം ചെയ്തത് ഇങ്ങനെയാണ്. ഒരു ചിന്താധാര ഉണ്ടായിരുന്നു, കുറ്റവാളിയുടെ രക്തം ഭൂമിയിൽ വീണാൽ ഭൂമി പങ്കിലമാകും. അവരുടെ ദേവനായ തമൂസ് ഈ രക്തം ഭൂമിയിൽ കണ്ടാൽ വൃദ്ധനായി മാറും എന്നുള്ള ഒരു ചിന്താധാര അവർക്കുണ്ടായിരുന്നു. അപ്പൊ അതിനായിട്ട് അവർ ചെയ്യുന്നത്, കുറ്റവാളിയെ പിടികൂടി കുരിശിൽ തറയ്ക്കുമ്പോൾ ആദ്യമേ ചെയ്യുന്നത്, കുരിശിൽ നാട്ടി കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് പറഞ്ഞാൽ അതിന് താഴെയായിട്ട് ഇലകളും പായയും ഒക്കെ ഇട്ട് ആ സ്ഥലം സുരക്ഷിതമാക്കും, ഭൂമിയിലേക്ക് ഈ രക്തം ഇറങ്ങി വരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി. ഒടുവില് ആ മനുഷ്യൻ ഈ കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ അവന്റെ രക്തത്തുള്ളികൾ ഈ ഇലകളിൽ വീഴുമ്പോൾ ഈ ഇലയും പായയും എല്ലാം കൂടി എടുത്തിട്ട് അവർ കത്തിച്ച് ചാരമാക്കുമ്പോൾ ഭൂമിയുടെ ശാപം മാറി എന്നുള്ള ചിന്താധാരയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഭൂമി കളങ്കമില്ലാത്തതായി മാറി എന്നുള്ള ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പൊ അക്കാലത്ത് ഒരു പ്രശസ്തമായ രാജ്യമുണ്ടായിരുന്നു, അതിന്റെ പേര് കാർത്തേജ് എന്നാണ് ആ രാജ്യത്തിന്റെ പേര്. അതൊരു ഫിനീഷ്യക്കാരുടെ ഒരു കോളനിയായിരുന്നു ഈ കാർത്തേജ്. ഈ കാർത്തേജില് ഫിനീഷ്യൻസ് ആണ് വസിച്ചിരുന്നത്. ഈ ഫിനീഷ്യൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്താദ്യമായിട്ട് അക്ഷരമാല ഉണ്ടാക്കിയെടുത്തത് അവരാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവർ അക്ഷരം ഉണ്ടാക്കിയ ആൽഫ. ഈ ആൽഫ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാക്കിയത് കാളയുടെ തല കണ്ടിട്ടാണ്. കാളയുടെ 2 കൊമ്പ്, ആൽഫയുടെ ആദ്യത്തെ 2 കൊമ്പ്, അത് കഴിഞ്ഞിട്ട് ഒരു മൂക്കയറ് കഴിഞ്ഞിട്ട് അതിന്റെ വായ, അങ്ങനെ ആൽഫ എന്നുള്ള അക്ഷരം ഉണ്ടായി. അതിൽ നിന്നാണ് എ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാകുന്നത്. അന്നേരം അത് എ ആയിട്ട് വന്നപ്പോഴത്തേന് അത് തിരിച്ചു വന്നു. കൊമ്പുകൾ 2 താഴോട്ടായി, മൂക്കയർ നടുക്കായി, വായ മുകളിലായി. അങ്ങനെയാണ് എ എന്ന് പറയുന്ന അക്ഷരം ആൽഫ. അത് കഴിഞ്ഞിട്ട് ബീറ്റ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാക്കി. ആ ബീറ്റ എന്ന് പറയുന്നത് പയറുമണിയെ കണ്ടുകൊണ്ടാണ് അവരുണ്ടാക്കിയത്. പയറുമണിയുടെ രൂപത്തിൽ ആണ് ബീറ്റ ഉണ്ടാക്കിയത്. അതായത് ബി എന്ന അക്ഷരത്തിന്റെ വാലിച്ച് വന്ന് കിട്ടിയിട്ട് ബീറ്റ എന്ന് പറയുന്ന അക്ഷരമാണ്. അപ്പോൾ അതിൽ നിന്നാണ് ബി എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാകുക. അങ്ങനെയാണ് ആൽഫബറ്റ്, ആൽഫ ബീറ്റ ചേരുന്ന ആൽഫബറ്റ് എന്ന് പറയുന്നത് ഉടലെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ പ്രശസ്തമായ രാജ്യം, അക്ഷരമാല ലോകത്തിന് സമ്മാനിച്ച രാജ്യം, ആ രാജ്യത്തെ പേർഷ്യക്കാര് സ്വന്തമാക്കി യുദ്ധം ചെയ്ത് അതിന്റെ മുകളിൽ അവരുടെ വിജയം നേടി. അങ്ങനെ കാർത്തേജുകാരുടെ ഇടയിലേക്കും ഈ ശിക്ഷാവിധി, കുരിശുമരണം എന്ന് പറയുന്ന കുരിശിൽ വധശിക്ഷ കൊടുക്കുന്ന ആ ശിക്ഷാരീതി അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. നമുക്കറിയാം, കാലം പറയുമ്പോൾ അവർ സ്വതന്ത്രരാകുന്നു. പക്ഷേ BC 204 ആവുമ്പോഴേക്കും യൂറോപ്പിലുള്ള സിഫിയോ ആഫ്രിക്കാനസ് എന്ന് പറയുന്ന ഒരു രാജാവ് കാർത്തായിജ് രാജാവായ ഹാനിബാൾ ബാർക്കായെ തോൽപ്പിക്കുകയാണ്. അപ്പൊ അവർക്ക് ഈ ശിക്ഷ ഇഷ്ടപ്പെട്ടു, യൂറോപ്പുകാർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ശിക്ഷ യൂറോപ്പിലും എത്തി. അങ്ങനെയാണ് യൂറോപ്പിലെ റോമായിൽ ഈ ശിക്ഷാരീതി കടന്നു വന്നത്. യേശുക്രിസ്തു വസിക്കുന്ന പ്രവിശ്യ, ആ പ്രവിശ്യ എന്ന് പറയുന്നത് റോമിന്റെ അധീനതയിലായിരുന്നു. അക്കാലത്ത് റോമിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. ഈ റോമക്കാരുടെ കയ്യിലേക്ക് ഈ ഒരു ശിക്ഷാരീതി വന്നപ്പോൾ അവരുടേതായ നിയതമായ ചില രൂപരേഖകൾ അതിനുവേണ്ടി നിയമം എന്ന പേരിൽ ഉണ്ടാക്കി. അതായത് റോമക്കാർ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഏറ്റവും പ്രഗത്ഭമായ ഒരു ജനാവലിയാണ്. അപ്പോൾ അവര് ഈ കുരിശിൽ തറയ്ക്കുന്ന ശിക്ഷയ്ക്ക് അവരുടേതായ നിയമങ്ങൾ കൊടുത്തപ്പോൾ ഒന്നാമത്തെ അവരുടെ നിയമം ഇതായിരുന്നു: ഒരു റോമൻ പൗരനെയും കുരിശിൽ തറച്ച് കൊല്ലാനായിട്ട് പാടില്ല. ഒരു റോമൻ പൗരനെയും കുരിശിൽ തറച്ച് കൊല്ലാനായിട്ട് പാടില്ല. ഈ നിയമത്തിന്റെ ഈ ആനുകൂല്യം ശരിക്കും ഉപയോഗിക്കുന്ന ഒരാളാണ് വിശുദ്ധനായ പൗലോസ്. അദ്ദേഹം ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടികൂടി സഹസ്രാധിപന് അദ്ദേഹത്തെ മർദ്ദിച്ചു കഴിയുമ്പോൾ അടിയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ആളുടെ വേദനയുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ അടുക്കയിരുന്ന ആളുടെ കാതിൽ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഒരു റോമാ പൗരനെ കൊണ്ടുവന്നിട്ട് വിചാരണ ചെയ്യാതെ ഇങ്ങനെ തല്ലുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം. ഇത് കേട്ട പാടെ അയാൾ ഞെട്ടി, ഇയാളെ അടിച്ച ആൾ ഞെട്ടി, സഹസ്രാധിപൻ ഞെട്ടി, എല്ലാവരും ഞെട്ടി. അവരെല്ലാം പിന്നോക്കം മാറി അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. കാരണം അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു റോമൻ പൗരൻ എന്ന് പറയുമ്പോൾ അതിനുള്ള വില. അപ്പോൾ ഈ മനുഷ്യന്
അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ സുവിശേഷത്തിന് വേണ്ടി ഈ ആനുകൂല്യങ്ങളൊക്കെ ഉപയോഗിച്ചു. കാരണം എനിക്ക് ജീവിതം ക്രിസ്തുവാണ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസന് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ല. കാരണം സഹനങ്ങളെ ഏറ്റുവാങ്ങാനായിട്ട് ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. പറയുന്നത് ഒന്നുകൂടെ ഞാൻ 40 അടി കൊണ്ടു, പല ദിവസം കടലില് ഒഴുകി നടന്നു, സ്വസഹോദരങ്ങളിൽ നിന്നും വിചാരിയിൽ നിന്നും ഞാൻ ഏറെ പീഡനങ്ങൾ ഏറ്റു. അത് കഴിഞ്ഞ് അദ്ദേഹം സങ്കടത്തോടെ പറയുന്നത്, ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാത്തത്. ഞാൻ നിങ്ങളിൽ യേശുക്രിസ്തു രൂപം കൊള്ളാനായിട്ട് ഈറ്റുനോവ് അനുഭവിക്കുന്നു. മരിച്ച് എനിക്ക് യേശുവിനോടൊപ്പം ആയിരിക്കാനാണ് ആഗ്രഹം, പക്ഷെ നിങ്ങളോടുകൂടി ഞാൻ കഴിയേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ നിയമത്തിന്റെ ആനുകൂല്യം ഉപയോഗിക്കുന്നു. പക്ഷേ നേരെ വിപരീതമായിരുന്നു പത്രോസിന്റെ ജീവിതം. പത്രോസ് ഗലീലിയക്കാരായിരുന്നു. അദ്ദേഹത്തിന് റോം പൗരന്റെ യാതൊരു ആധികാരികതയോ ഒന്നും അവകാശപ്പെടാനായിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിന് നീറോ ചക്രവർത്തിയുടെ അരികിൽ കൊണ്ടുചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടം, ആ ഘട്ടത്തില് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ മുൾമുടി ചാർത്തിയ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് പത്രോസിന്റെ ജീവിതത്തിൽ താനാരെന്ന് ദൈവമാരെന്നുമുള്ള ഉറപ്പായ വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്നുണ്ട് പീലാത്തോസിന്റെ അരമനയിൽ കർത്താവ് ഇങ്ങനെ അടിയേറ്റവനായി നിൽക്കുമ്പോൾ അതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് പറയുന്ന, ആരെങ്കിലും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, പൂങ്കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളി പറയും എന്ന് പറയുമ്പോൾ ആ വാക്കുകൾക്കൊക്കെയുള്ള പ്രസക്തി, അർത്ഥം അദ്ദേഹം തിരിച്ചറിയുന്നപ്പോഴാണ്. തള്ളി പറഞ്ഞു കഴിയുമ്പോഴേക്കും തിരിഞ്ഞ് ഒന്ന് നോക്കുന്ന ദൈവത്തിന്റെ മുഖം അവൻ കണ്ടു. ഇത്രയും കാലം ഭക്ഷണം തന്ന ദൈവം, തന്റെ അമ്മായിയമ്മയ്ക്ക് പനിയാന്ന് അറിഞ്ഞപ്പോൾ തന്നെ വീട്ടിലേക്ക് ഓടി വന്ന ദൈവം, കടപ്പുറത്ത് സങ്കടത്തോടുകൂടി ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞപ്പോ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ ദൈവം, ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ഹൃദയത്തിൽ തിരുതരെ പിടിക്കുന്ന ഒരു ഹൃദയമിടിപ്പിനൊപ്പം പിടിച്ചു വീഴുകയാണ്. ആ സമയത്ത് അദ്ദേഹം കാണുകയാണ് തന്നെ നോക്കുന്ന കർത്താവ്. ആ സമയത്ത് അവൻ കണ്ണീരോടെ ഓർക്കുകയാണ്, എന്നെ തിരിഞ്ഞൊന്ന് നോക്കാൻ എന്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. അന്നേരം മുതൽ അദ്ദേഹം കരയാനായിട്ട് തുടങ്ങി. ചരിത്രം പറയുന്നത് പത്രോസ്ലീഹായുടെ കവിളുകളില് 2 ചാലുകൾ ഉണ്ടായിരുന്നു. എപ്പോഴും അദ്ദേഹം ഇതിനെപ്പറ്റി ഓർത്ത് കരയുമായിരുന്നു എന്ന് പറയുന്നത്. കാരണം ക്രിസ്തു അത്രമാത്രം അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത്, ഈ പത്രോസ് തന്റെ അന്തിമ നിമിഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നീറോ ചക്രവർത്തിയുടെ അരികിലേക്ക് നിൽക്കുകയാണ്. അപ്പോഴ് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. നീറോ ചക്രവർത്തി കുരിശിൽ തറച്ച് കൊല്ലാനായിട്ട് വിധിച്ചപ്പോൾ പാവപ്പെട്ട മനുഷ്യരുടെ മുമ്പിലെല്ലാം കർത്താവിനെ തള്ളിത്തറഞ്ഞ ഈ മനുഷ്യൻ ചങ്കുറപ്പോട് പറയുകയാണ്, എനിക്ക് എന്റെ കർത്താവിന് ഒരു സാക്ഷ്യം നൽകാനായിട്ട് എനിക്ക് അവസരം തരണം. എനിക്ക് എന്റെ കർത്താവിനെ പോലെ കുരിശിൽ മരിക്കാനായിട്ടുള്ള ഒരു യോഗ്യതയില്ല. അതുകൊണ്ട് തന്നെ തലകീഴായി കുരിശിൽ തറയ്ക്കണം. ആണിപ്പാടേറ്റവന്റെ പാദങ്ങളെ ചുംബിച്ച് ഞാൻ മരിക്കട്ടെ, ഞാൻ എന്റെ ക്രിസ്തുവിൽ വിലയം പ്രാപിക്കട്ടെ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, അങ്ങനെ കുരിശുമരണത്തിന് ഏൽപ്പിക്കപ്പെട്ടവനാണ് അദ്ദേഹം. അതായത് ഭൂമിക്ക് ശാപമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന ഒരു കാര്യത്തെ ഈ ഒരു മനുഷ്യന്റെ രക്തം വീഴുമ്പോഴേക്കും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച അതേ മാതൃക പിൻചെല്ലുമ്പോൾ ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതയാത്രയിൽ യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കാനായിട്ടുള്ള ഒരു വിളിയാണ് വരുന്നത്. നമ്മൾ ഓരോ വിസ്തുർബാന അർപ്പിക്കുമ്പോഴും അവസാനം ഒരു വാക്ക്, ഒരു പ്രാർത്ഥനയുണ്ട്, ഇനിയൊരു ബലിയർപ്പിക്കാൻ ഞങ്ങൾ വരുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പറയുന്നതാണ്, ഇനിയൊരു ബലിയർപ്പിക്കാൻ ഞങ്ങൾ വരുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. സിറോമലബാർ സഭയുടെ പ്രാർത്ഥന പറയുന്നുണ്ട്, കർത്താവിന്റെ ബലിയുടെ സ്വസ്തി, കർത്താവിന്റെ കബറുടെ സ്വസ്തി എന്ന് പറഞ്ഞ് അവസാനം പ്രാർത്ഥിക്കാറുണ്ട്. ഇനിയൊരു ബലി അർപ്പിക്കാൻ, അത് അന്നത്തെ പ്രാർത്ഥനയാണ്. അതായത് പുറത്തേക്ക് ഇറങ്ങിയാൽ, ഈ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തല ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ നാളെ കുർബാന അർപ്പിക്കാൻ ഈ പുരോഹിതൻ ഇവിടെ ഉണ്ടാകണമെന്നില്ല, വിശ്വാസി ഉണ്ടാകണമെന്നില്ല. ആ സമയത്ത് എഴുതി ചേർത്ത പ്രാർത്ഥനയാണ്, ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന. കാരണം ക്രിസ്തു അത്രമാത്രം അവരുടെ ജീവന്റെ ശക്തിയായിരുന്നു. ഞങ്ങൾ ചെന്നാലും, ഞങ്ങൾ മരിച്ചാലും ജീവിച്ചാലും കർത്താവിനുള്ളവരാണ്. ഞങ്ങൾ ഇത് കഴിഞ്ഞാല് ചെല്ലുന്ന നിത്യദേശത്തേക്കാണ് എന്നുള്ള ചിന്ത. എന്റെ വാസസ്ഥലം ഇവിടെയല്ല, ഞാനിവിടെ പരദേശവാസിയാണല്ലോ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ടതാണ്, നമ്മുടെ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാൽ നമുക്കെല്ലാം നഷ്ടമായി. എന്റെ പേരെഴുതിയ ഒരു വീട് എനിക്ക് മുമ്പേ കടന്നുപോയ എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എനിക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആ വാസ്ത്രത്തിൽ എത്തിയില്ലെങ്കിൽ എന്റെ അപ്പച്ചന് സങ്കടമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്,
എന്റെ ഹൃദയം ഒരുങ്ങി എന്റെ ദൈവമേ നിന്നോട് ഒട്ടി നിൽക്കാൻ എനിക്ക് അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. യാക്കോബുശ്രീയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവവും നിങ്ങളോട് ചേർന്ന് നിൽക്കും എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റോമൻ പൗരനെ കുരിശിൽ തറച്ച് കൊല്ലാൻ പാടില്ല. രണ്ടാമത്തെ ഒരു നിയമം എന്തായിരുന്നു അറിയാമോ? ഈ കുരിശുമരണത്തിന് കൊണ്ടുപോകുന്ന ആള്, കുറ്റവാളി എന്ന് വിധിക്കപ്പെടുന്ന ആള്, അയാള് തന്റെ കുരിശു എടുത്തുകൊണ്ട് അയാള് തനിയെ ഈ കുരിശ് നാട്ടി അയാളെ കൊല്ലുവാൻ ചെല്ലുന്ന സ്ഥലം വരെയും അയാൾ തനിയെ നടന്നു പോകണമായിരുന്നു. അപ്പൊ അതിന്റെ ക്രമം ഇപ്രകാരമായിരുന്നു. കുറ്റവാളിയുടെ മുമ്പിൽ നിന്ന് ന്യായാധിപൻ വിളിച്ചു പറയും, നീ ഓടുക, ഈ ആളിനെ കുരിശിൽ തറച്ചു കൊല്ലാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയും. ഉടനെ പടയാളികൾ ഓടിപ്പോയി കുരിശ് കൊണ്ടുവരും. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തലങ്ങളായിട്ടാണ് വരുന്നത്. ഒന്ന്, ഈ കുരിശിന് ഒരു ലംബതലമുണ്ട്, ഒരു തിരശ്ചീന തലമുണ്ട്. ഇത് തിരശ്ചീന തലം എടുത്തിട്ട് കൈ ഇങ്ങനെ പിന്നോക്കം പിടിച്ച് ഈ കുരിശിന്റെ ഈ തടിലേക്ക് അങ്ങ് കിട്ടും. എന്നിട്ട് ആ ലംബതലം അത് പട്ടാളക്കാരെടുത്തോണ്ട് വരും. അപ്പൊ അതിന്റെ പ്രത്യേകം നമ്മൾ കർത്താവിന്റെ കുരിശിന്റെ വഴിയിലൊക്കെ പോകുമ്പോൾ കർത്താവ് വീണു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ തീവ്രത പലപ്പോഴും മനസ്സിലാകത്തില്ല. നമ്മൾ സാധാരണ വീഴുമ്പോൾ ഉടനെ നമ്മൾ ആദ്യം ചെയ്യുന്ന കൈ കുത്തുക ചെയ്യുന്നത്. ഈ കൈ കുത്താനുള്ള സാധ്യത ഇല്ലാതാകുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ അടിച്ചാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വീഴുക. അപ്പൊ അതാണ് കണ്ടാൽ മനുഷ്യനാണെന്ന് തോന്നുക പോലും ചെയ്യാത്ത രീതിയിൽ അത്രമാത്രം വിരൂപനായിട്ട് കർത്താവ് മാറി എന്ന് ദിവസം പറയുന്നുണ്ട്. ഉടവുകാർ ചാല് കീറിയതുപോലെ അവന്റെ ശരീരമായി തീർന്നു എന്ന് യെശയ്യാ സഹനദാസനെ പറ്റി പറയുന്നുണ്ട്. അപ്പോഴ് അവന്റെ പ്രത്യേകത എന്തായിരുന്നു? മങ്ങിയ തിരി കെടുത്താത്തവൻ, തെരുവീതികളിൽ സ്വരം ഉയർത്താത്തവൻ, ചതഞ്ഞ ഞാങ്ങണ മുറിക്കാത്തവൻ. സ്നേഹത്തിന്റെ നിരന്തര ഭാഷണമായിരുന്നു കർത്താവിന്റെ ജീവിതം, അവന്റെ മുറിവുകൾ.